നിങ്ങൾ ചെടികളെ കൊടുത്തുകൊണ്ട് ചെടികൾക്ക് ആ പ്രശ്നമില്ല. മൈൻഡ് ഇല്ല, നെർവസ് സിസ്റ്റം ഇല്ല, ബ്രെയിൻ ഇല്ല, കിഡ്നി ഇല്ല, ലങ്സ് ഇല്ല. പക്ഷെ ചെടികൾ എപ്പോഴും അവയറാണ്. പക്ഷെ നമ്മൾ ചെടികളെ കാണുമ്പോൾ അത് പ്രകൃതിയാന്ന് പറയും. അതും നമ്മളെ പോലെ ഏജന്റ് ആണ്. നമ്മൾ എത്രത്തോളം ഏജന്റ് ആണോ ചെടിയും ഏജന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ ക്വയറ്റ് അവയർനെസ് അനുഭവിക്കണമെങ്കിൽ ജസ്റ്റ് ഒരു മരത്തിന്റെ അടിയിൽ പോയി കുറച്ച് നേരെ ഇരുന്നാൽ മതി. ഉടനെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അവയർനെസ് ആണ്. ഈ അവയർനെസിന്റെ ഉള്ളിലാണ് ഈ മൈൻഡ് വരുന്നത്. ഈ മൈൻഡിന്റെ ഉള്ളിലാണ് കഥകളെല്ലാം വരുന്നത്. ഒറ്റയടിക്ക് മൈൻഡ് എടുത്തു കളയാം. ഡെഫിനറ്റ്ലി അതെ. അതായത് ചെടികൾക്ക് ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞ ഭാഗം ചെടികൾ കൈകാര്യം ചെയ്യുന്നില്ല. ചെടികൾ ക്വയറ്റ്നെസ്സിൽ മാത്രമാണ്. ചെടികൾ എപ്പോഴും ക്വയറ്റ്നെസ്സിലാണ്. അതുകൊണ്ടാണ് 5000 വർഷമൊക്കെ പഴക്കമുള്ള മരങ്ങൾ ഇന്നും ജീവനോടുകൂടി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് ഡിഫറൻസ് ഡീൽ ചെയ്യേണ്ട കാര്യമില്ല. അവർ ക്വയറ്റ്നെസ്സിലാണ് നിൽക്കുക. അവർ ഞാനുണ്ടെന്നുള്ള ഒരു ഭാഗം അവർക്ക് ഇല്ല. അല്ല, ഒരു പർവ്വതം പോലെയാണ്. എന്നുവെച്ചാൽ ഞാനുണ്ട് എന്നുള്ളൊരു ഭാവമില്ല. അതുകൊണ്ട് അവരങ്ങനെ നമ്മൾ ഞാനുണ്ടെന്നുള്ളൊരു ബോധം വന്നു. കാരണം വ്യത്യാസത്തെ അനലൈസ് ചെയ്യാൻ തുടങ്ങി. നമ്മളുടെ ഭാഗത്ത് വരുമ്പോൾ ഡിഫറൻസ് ഡീൽ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കൂടി വന്നു. എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് റോമിങ് ഫെസിലിറ്റീസ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ കാലത്തിനപ്പുറത്തോട്ട് ഉള്ള ചേഞ്ചസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ചെടികൾ കാലത്തിനപ്പുറത്തോട്ടുള്ള ഭാഗമല്ല. ചെടികൾ എപ്പോഴും ക്വയറ്റ്നെസ്സിലാണ് നിൽക്കുന്നത്. കാലം അവിടെ വരുന്നില്ല ചെടിയെ സംബന്ധിച്ച്. എന്നാൽ കാലത്തിൻ്റെ ഭാഗം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ചെടിക്ക് വരുന്നില്ല. പക്ഷെ നമ്മൾ ഡിഫറൻസ് ഡീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്കൊരു വേഴ്സറ്റാലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്വയറ്റ്നെസ് മാത്രം എടുത്താൽ പോരാ, ഡിഫറൻസ് കൂടി ഡീൽ ചെയ്യണം. നമ്മൾ ചെടിയെപ്പോലെ ക്വയറ്റ്നെസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ ടെർമിനേറ്റഡ് ആവും. നമ്മൾ ഡിഫറൻസ് കൂടി ഡീൽ ചെയ്യുന്ന ഒരു കപ്പാസിറ്റി പ്രിവെയിലിംഗ് ആണ്. അതുകൂടി നമ്മൾ എൻകാഷ് ചെയ്തില്ലെങ്കിൽ, എംപവർ ചെയ്തില്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഭാഗം കൂടി വരുന്നത്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ നമ്മളെ ക്വയറ്റ്നെസ്സിൽ നിന്ന് നമ്മൾ മാറ്റണം. എന്നിട്ട് നമ്മൾ ക്വയറ്റാവണം. എന്നിട്ട് നമ്മൾ ഈ അവയർനെസ്സിൽ എങ്ങനെ മൈൻഡ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ട്, അവയർനെസ്സിൽ മൈൻഡ് വരുന്നത് നമുക്ക് നെർവസ് സിസ്റ്റം ഇല്ലത് കൊണ്ടല്ല. അവയർനെസ്സിൽ മൈൻഡ് വരുന്നത് വിശപ്പിനെ കൊണ്ടാണ്. ചെടികൾക്ക് ആ പ്രശ്നമില്ല. അത് സൂര്യ വെളിച്ചത്തിൽ അതിന്റെ ജോലി അത് ശരിക്കും ശ്രദ്ധിച്ച് ഒരു ക്വയറ്റ്നെസ് മാത്രമല്ല, ക്വയറ്റ് അവയർനെസ് ആണ്. ഈ ക്വയറ്റ് അവയർനെസ്സിൽ സൂര്യ വെളിച്ചം ഉണ്ടാകുമ്പോ അത് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. അതിന്റെ കർമ്മം തുടങ്ങി അവിടെ, മനസ്സിലായില്ലേ? പക്ഷെ അത് കർമ്മം ചെയ്യുമ്പോ അത് മൈൻഡ് കൊണ്ടിട്ടില്ല. പിന്നെ അതിന് അടുത്ത ഗുണം എന്ന് പറയുന്നത് ധാനാണ്. ആദ്യം വിശപ്പ് നീ അത് ആദ്യം തന്നെ വിശപ്പിന്റെ കർമ്മം തുടങ്ങി. അപ്പൊ വിശപ്പ് മാറാനുള്ള കർമ്മം തുടങ്ങി. അടുത്തത് അതിന്റെ അടുത്ത ധർമ്മം എന്ന് പറയുന്നത് ധാനാണ്. ഒരു ആട്ടുകുഞ്ഞിയോ അല്ലെങ്കിൽ ഒരു പശുകുഞ്ഞിയോ ഒരു എന്തെങ്കിലും അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് ഭക്ഷണം കൊടുക്കും. ഒരു പക്ഷിയോ എന്തെങ്കിലും വന്നോ, ഒരു കുരങ്ങോ, ഒരു മനുഷ്യനോ എന്ത് പോയാലും ഇതാ ഭക്ഷണം എടുത്തോ. ഇനി നീ പോയിട്ട് കർമ്മം ചെയ്യുന്ന പറയും. ഭക്ഷണം കഴിച്ചവർ കർമ്മം ചെയ്യണം എന്നാ പറയും. എന്തുകൊണ്ട്? അതിന്റെ ഇപ്പൊ നമ്മൾ ഒരു പൂമ്പാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഈ പൂമ്പാറ്റന്റെ കർമ്മം എന്താ? അതിങ്ങനെ പടർന്ന് പോയി പൂക്കളുടെ മുകളിൽ ഇങ്ങനെ ഇരിക്കും. ആ തേനെടുക്കാൻ, നെക്ടൈനല്ല, അതിന്റെ നെക്ടർ എടുക്കാൻ. അങ്ങനെ നെക്ടറും പോളും എടുക്കാൻ അതിന്റെ കർമ്മം അത് ചെയ്യും. അതുകൊണ്ട് ചെടിയുടെ കർമ്മം ചെയ്തിട്ട് അത് ദാനം ചെയ്യാം. അത് ധർമ്മത്തിന്റെ അടുത്ത സ്റ്റെപ്പ് കർമ്മം കഴിഞ്ഞാൽ ദാനം ചെയ്യാം. നമുക്ക് കിട്ടുന്നതിൽ കുറച്ച് പ്രകൃതി കൊടുക്കുക. പ്രകൃതി എന്ന് പറയുമ്പോൾ പ്രകൃതിയിലെ ജീവൻ അത് കൊടുത്തു കഴിയുമ്പോൾ എന്താവും? അവിടുത്തെ ജീവന്റെ ആവശ്യമുണ്ട്, വിശപ്പുണ്ടാവുന്നു, അത് മാറും. അപ്പൊ എന്തായി? ഈ അവയർനെസ് എന്ന് പറയുന്നത് ക്വയറ്റ് അവയർനെസ് നിൽക്കും. ഇല്ലെങ്കിൽ അവർ വന്നിട്ട് പിടുങ്ങിയെടുക്കാൻ നോക്കും. ഈ പിടുങ്ങിയെടുക്കാൻ നോക്കുന്ന സമൂഹത്തിൽ എങ്ങനെ വരുന്ന വെച്ചോണ്ട്
അവയ്ക്ക് അവരെ കർമ്മവും അവരെ ധർമ്മവും അവർ തിരിച്ചറിയില്ല. ദാനം ആദ്യത്തെ കർമ്മത്തിന്റെ കഴിഞ്ഞ പാട് വരുന്ന ധർമ്മം എന്ന് പറയുന്നത് ദാനം, കൊടുക്കലിന്റെ കഴിയും. അത് കൊടുക്കുമ്പോ മറ്റേ ജീവന്റെ വിശപ്പ് മാറുന്നുള്ളൂ, പിന്നെ അവിടെ അതിന്റെ കർമ്മം തുടങ്ങി. അങ്ങനെ ഈ കർമ്മം അങ്ങനെ നടക്കുമ്പോ അവിടെ എല്ലാം ക്വയറ്റ് അവയർനെസ്, മൈൻഡ് വരാൻ സാധ്യത ഇല്ല. അതെ, അവയർനെസ്സിൽ മൈൻഡ് ഇല്ല. അവയർനെസ്സിൽ ഒരിക്കലും മൈൻഡ് ഉണ്ടാകത്തില്ല. അവയർനെസ്സിന്റെ ഉള്ളില് ചില വൃത്തികൾ, ചില മൂവ്മെന്റ്, ഇപ്പൊ നമ്മളൊരു കടലിലെടുത്ത് നിൽക്കുന്നില്ല, കടല് ക്വയറ്റാണ്. ആ കടലിന്റെ ഷോർ ലൈനിൽ വേവ്സ് ഉണ്ടാവും, ആ മാറ്റങ്ങൾ വരും. ഈ മാറ്റങ്ങളാണ് നമ്മൾ പിടിച്ചു വെക്കുമ്പോ മൈൻഡായിട്ട് മാറും. നമ്മൾ ഈ മാറ്റങ്ങൾ പിടിച്ചു വെച്ചിട്ട് പറയും ഇതാണ് കടൽ. മനുഷ്യൻ കടലിട്ട് പോയാലേ പൊതുവെ സമാധാനത്തിൽ നിന്ന് ഒരു കടലിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തായി പോയിട്ട് അവയർനെസ്. നേരെ മറിച്ച് അവരെന്താ ചെയ്യുക, കടലിട്ട് പോയിട്ട് ആ വെള്ളത്തിനിട്ട് പോയിട്ട് കളിക്കും, ആ വെള്ളം വന്ന് പോകും. ഈ അവയർനെസ്സിൽ വന്ന് പോകുന്ന അലകളാണ് ഈ മെന്റൽ വൃത്തീസ്. അതിൽ ചിലത് ആവശ്യം, ചിലത് നമ്മളെ ഈ ഓർമ്മിക്കാൻ ആവശ്യം. പക്ഷെ അത് അതിന് ഒരു സ്ഥിരതയില്ലല്ലോ. പക്ഷെ ആ സ്ഥിരതയെല്ലാം നമ്മളില്ലത്, മനസ്സിലായില്ലേ? ഞാൻ എന്ന് പറയുന്നത് ആ സ്ഥിരത ഇല്ലാത്ത അലകളെല്ലാം നമ്മളില്ലത്. അതെ. അപ്പൊ നമുക്ക് ഇങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റും. അലകൾ വരുമ്പോ അലകൾ ഇങ്ങനെ അങ്ങോട്ട് ചാടും, അലകൾ പോകുമ്പോ നമ്മൾ അതിന്റെ കൂടെ പോകും, അത് അങ്ങോട്ട് ഇങ്ങോട്ട് പോകും. അതെ, തീരാവേശപ്പാണ്. അതെ. അതെ, ക്വയറ്റ്നെസ്സിൽ അവയർനെസ് മാത്രമേ ഉള്ളൂ, അവിടെ ഈ മൈൻഡ് ഇല്ല. മൈൻഡ് വരുന്നത് എപ്പോഴാണ്? അല്ല, സി എഗെയിൻ നമുക്ക് ഈ ക്വയറ്റ്നെസ്സിൽ മാത്രം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഈ ഫോർമേഷൻ എടുക്കത്തില്ല. അതുകൊണ്ടാണ് അവിടെ ഡിസ്റ്റർബൻസ് വന്നത്. ഈ ക്വയറ്റ്നെസ്സിൽ മാത്രം നിന്ന ഫോർമേഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഫോർമേഷൻ്റെ ക്രൈറ്റീരിയ ഡിസ്റ്റർബൻസ് തന്നെയാണ്. ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ ആ അവയർനെസ്സിൽ നിന്ന്, ആ ക്വയറ്റ്നെസ്സിൽ നിന്നുള്ള ചേഞ്ചാണ് ഡിസ്റ്റർബൻസ്. സംതിങ് എൽസ് ഇൻഫ്ലുവൻസ് ചെയ്ത്, അതാണ് ഡിസ്റ്റർബൻസ്. ആക്ച്വലി ആ ക്വയറ്റ്നെസ്സിൽ നിന്ന് ഒരു വൈബ്രേഷൻ, ഒരു ചേഞ്ച് ഉണ്ടായി. അതുകൊണ്ട് ഇറ്റ് ടുക്ക് എ ഫോം. അതുകൊണ്ടാണ് ഒരു ഫോം. അതും സെബാസ്റ്റ്യൻ ജി, അത് ചെടികളെ ഞാൻ പറയുന്നത് ഈ ഫൈറ്റോസെൻട്രിക്. നമ്മളെപ്പോഴും മനുഷ്യന്റെ സെൻട്രിക് ആണ്. ഒരു ഫൈറ്റോസെൻട്രിക്. നിങ്ങൾ മരത്തിന്റെ ഉള്ളിൽ ഇരുന്നു ധ്യാനിക്കാൻ തുടങ്ങി. അപ്പൊ എന്താ നടക്കുന്നു? ആ മരം എന്താ ചെയ്യുന്നത്? അത് വളരെ സ്റ്റില്ലാണ്. പക്ഷെ നിങ്ങൾ മരത്തിന്റെ അടിയിൽ ഒരു കൊല്ലം ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ വേരുകൾ ഇളകുന്നുണ്ട്, അതിന്റെ തടി വളർന്നിട്ടുണ്ട്, അതിന്റെ ഇലകൾ മാറി, ചില കാലത്ത് പൂക്കൾ വന്നിട്ടുണ്ട്, കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ മരം മരമായിട്ട് നിൽക്കുന്നു. അത് നിങ്ങൾ പറയുന്ന ഡീപ് ടൈം ഉൾക്കൊള്ളുമ്പോ ഈ മാറ്റങ്ങൾ എന്താ? മാറ്റങ്ങൾ വളർച്ച മാത്രമേ, വളർച്ചയാണ് മാറ്റം. ചെടികൾ നിങ്ങൾ ദിവസേന പോയി ശ്രദ്ധിച്ച് നോക്കൂ, കുറച്ച് 5-6 ദിവസം കഴിയുമ്പോൾ പുതിയ ഇലകൾ ഉണ്ടാവും. ഇത് ഈ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഉണ്ടാവും. പക്ഷെ മാറ്റങ്ങൾ ചെടികൾ അങ്ങനെയാണ് ചെടികൾ വളരുന്നത്. അതേപോലെ തന്നെ ഡീപ് ടൈം എന്ന് പറയുമ്പോൾ മൈൻഡ് ടൈമിലല്ല, അവയർനെസിന്റെ കാലത്തില്, അവയർനെസിന്റെ ശ്രദ്ധയിൽ വരുന്ന കാലം വളർച്ച മാത്രം. അവിടെ അക്യുമുലേഷൻ ഇല്ല, ജസ്റ്റ് വളർച്ച. ഇപ്പൊ ചെടി കുറച്ച് വളർന്നു കഴിഞ്ഞാൽ അതിന്റെ താഴത്തെ ഇല വാടി വീഴും, അതിന്റെ ആ വീഴുന്ന ഇല അതിന്റെ വേരുകൾക്ക് ഫെർട്ടിലൈസറായിട്ട് മാറും, ചെടികൾ വളരും. അപ്പൊ ഞാൻ ചെയ്യുന്നത് പറയാൻ അതിന് ഒരു കാരണവുമില്ല, അതിങ്ങനെ ജസ്റ്റ് വളരും. ആ വളർച്ചയിൽ നമ്മൾ അമർന്നു നിൽക്കുമ്പോൾ അവിടെ എന്താ, അവിടെ വലിയ ഒരു എന്താ, അവിടെ ഇല്ല ചിത്ത് എന്ന് പറയുന്നത്. അതാണ് ഈ ചിത്തവൃത്തിയാണ് നമ്മുടെ മൈൻഡ്. അവിടെ ചിത്തായിട്ട് നിൽക്കുന്ന എന്താ, വളർച്ച മാത്രം. മാറ്റങ്ങളെല്ലാം അത് വന്നു പോകുന്നു. അപ്പൊ ഈ ക്വയറ്റ് അവയർനെസ്സില് ഗ്രോത്ത് ഉണ്ട്. ആ ഗ്രോത്ത് എന്ന് പറയുന്നത് അതും ഒരു എന്താ പറയില്ലേ, ഒരു മാനിഫെസ്റ്റിംഗ് ത്രൂ സ്റ്റിൽനെസ് ആണ്. നമ്മൾ വിചാരിക്കണം നമ്മൾ കുറെ ഒച്ചയെടുത്ത് എന്തെങ്കിലും ചെയ്യുമ്പോഴേ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യും. പക്ഷെ ഈ മെന്റൽ ഒച്ചകൾ കുറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ ഓട്ടോമാറ്റിക് നടക്കും.
അതെ അതെ, ഡെഫിനറ്റ്ലി. നമ്മൾ ചെടികളിൽ നിന്ന് നമ്മൾ ഡിഫറെൻ്റ് ആകുന്ന ഭാഗമുണ്ട്. നമ്മൾ പ്ലാന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഇത്രയും ഏരിയയിൽ നമ്മൾ പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. ഇപ്പോൾ ആനിമൽസിനെ കഴിച്ചാലും പ്ലാന്റ്സ് കഴിച്ചിട്ടുള്ള ആനിമൽസാണ്. ഇതിൻ്റെ എല്ലാം കോറ് നമ്മളുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സാണ്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ ഒരു പാർട്ട് നമ്മളിലുണ്ട്. പക്ഷെ പ്ലാന്റ്സിൻ്റെ പാർട്ട് മാത്രമല്ല നമ്മളിലുള്ളത്. പ്ലാന്റ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ ബോഡിയിലുണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ പ്ലാന്റ്സ് മാത്രമല്ല, സംതിങ് മോർ. അതുകൊണ്ട് നമ്മുടെ പ്ലാന്റിൻ്റെ സ്ട്രക്ചറൽ ഫോർമേഷനിൽ നിന്ന്, ആ പ്ലാന്റ് ലൈഫിൻ്റെ ക്രൈറ്റീരിയയിൽ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ പ്ലാന്റിൻ്റെ ബിഹേവിയർ പാറ്റേണിൽ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഒരു കൺവേർഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് നമ്മൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്. എനർജി സിസ്റ്റമായിട്ട് നമ്മൾക്ക് റിയലൈസ് ചെയ്യാം. അവിടെയാണ് നമ്മുടെ ആ ഹയർ വേർഷൻ ഓഫ് സസ്റ്റൈനബിലിറ്റി പോസിബിൾ ആകുന്നത്. ആ പ്ലാന്റ്സിന് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പ്ലാന്റ് ഉണ്ടെന്നുള്ളൊരു ഭാഗമില്ല. ഇറ്റ് ഇസ് നേച്ചർ. അത് നേച്ചറാണ്. അതുകൊണ്ട് അതിന് ആ പീരീഡ്, നേച്ചറിൻ്റെ പീരീഡ് കഴിയുമ്പോഴത്തേക്കും അത് റിവേഴ്സ് പോകും. അതുകൊണ്ടാണ് റിവേഴ്സ് പോകുന്നത്. പക്ഷെ നമ്മൾക്ക് ഈ റിവേഴ്സ് എന്ന് പറഞ്ഞ ഭാഗം ഇല്ലാണ്ടൊരു പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് റിവേഴ്സ് എന്ന് പറഞ്ഞ ഭാഗമില്ല. പകരം അവിടെ സസ്റ്റൈനബിലിറ്റി മാത്രമാണുള്ളത്. കാരണം എന്താണ് ഈ ഹാപ്പനിങ്ങിൻ്റെ ഫുൾനെസ് നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ കൊണ്ടുവരാം. നമ്മളെന്ന് പറയുന്ന ക്രൈറ്റീരിയ ഉണ്ട് അവിടെ. നമ്മൾ അല്ല ഞാൻ എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഫുൾനെസ്, ഇതിൻ്റെ കണ്ടിന്യൂറ്റി, അവിടെ ഗ്രോത്ത് അല്ല സസ്റ്റൈനബിലിറ്റിയാണ്. അത് ഗ്രോത്ത് ഇല്ല എന്ന് വെച്ചാൽ ചേഞ്ച് അവിടെ ഒരു പുതിയൊരു ഫോർമേഷന് സ്ഥാനം